കുട്ടികളിലെ കൊതുക് കടി എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒഡോമോസ് പോലെ നമ്മൾ അഡൾട്ട്സ് ഉപയോഗിക്കുന്ന ക്രീമുകൾ, മൊസ്കിറ്റോ റിപ്പല്ലന്റുകൾ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നല്ല ചൂടാണ്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ പെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രം പെയ്യുന്ന മഴയായതുകൊണ്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് പോകാനുള്ള സാധ്യത കുറവാണ്, കെട്ടി നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയും ഡെങ്കിപ്പനി പടർന്നു പിടിക്കാനുള്ള ഒരു സീസൺ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് എങ്ങനെയാണ് കുട്ടികളിൽ മൊസ്കിറ്റോ ബൈറ്റുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ക്ലോത്തിങ് ആണ്. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വഴിയാണ്. പ്രത്യേകിച്ചിട്ട് കുട്ടികളെ നിങ്ങൾ പുറത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് കൈയും കാലും കംപ്ലീറ്റ് മാക്സിമം കവർ ചെയ്തിട്ടുള്ള ക്ലോത്തിങ് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മൊസ്കിറ്റോ ബൈറ്റുകളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കുക. ഇപ്പോൾ ചിരട്ടകളിൽ, ടയറിൽ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ സൺഷെയ്ഡുകളിൽ, ഈവൻ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ പിന്നിൽ ഡീഫ്രോസ്റ്റ് ചെയ്ത വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിൽ വരെ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊതുക് മുട്ടയിട്ടിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട്. സോ വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വീട്ടിന് ചുറ്റുമുള്ളതെങ്കിൽ അത് ഒഴിവാക്കണം. പറയാറുള്ളൂ ഡ്രൈ ഡേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസ്കിറ്റോ ബാറ്റുകൾ, നമ്മൾ കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ബാറ്റുകൾ, അതുപോലെ തന്നെ കൊതുക് വലകൾ, ഇതെല്ലാം വളരെ സേഫായിട്ട് നമുക്ക് കുട്ടികളിൽ ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ വീട്ടിൽ കൊതുക് കടി പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന മാർഗ്ഗങ്ങളാണ്. അടുത്തതാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്താണ് ക്രീം? ഒഡോമോസ് പോലെയുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ക്രീമുകൾ 2 മാസത്തിൽ താഴെയുള്ള കുട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. 2 മാസം പ്രായത്തിന് മുകളിലുള്ള കുട്ടികളിൽ ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ തന്നെ 2 തരം ക്രീമുകളുണ്ട്, കെമിക്കൽ ക്രീമുകളും നോൺ കെമിക്കൽ ക്രീമുകളും. കെമിക്കൽ ക്രീമുകളിൽ അടങ്ങിയിരിക്കുന്നത് ഡൈഇഥൈൽ ടോളമൈഡാണ്. ഇത് 30% താഴെയാണെങ്കിൽ കുട്ടികളിൽ, 2 മാസത്തിൽ മീതെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ സേഫ് ആണ്. എന്നാൽ നിങ്ങൾക്ക് കെമിക്കൽ ക്രീമേ വേണ്ട എന്നാണെങ്കിൽ നോൺ കെമിക്കൽ ക്രീമുകൾ, ഹെർബൽ ക്രീമുകളും അവൈലബിൾ ആണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് ലെമൺ ഗ്രാസ്, സിട്രോനെല്ല, അങ്ങനെയുള്ള പെപ്പർമിൻറ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി സേഫറാണ്. എന്നാൽ അതിൻ്റെ ഇഫക്റ്റ് കെമിക്കൽ ക്രീമുകളുടെ അത്രത്തോളം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും കെമിക്കൽ ക്രീം ഒട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കെമിക്കൽ ക്രീമുകൾ, ഇപ്പോൾ ഒഡോമോസ് എന്ന് പറയുന്നത് കെമിക്കൽ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ്. അതിൽ തന്നെ ഡൈഇഥൈൽ ടോളമൈഡ് എന്ന് പറയുന്ന അതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് 30% താഴെയാണെങ്കിൽ അത് കുട്ടികളിൽ, 2 മാസത്തിൽ മുകളിലുള്ള കുട്ടികളിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മൊസ്കിറ്റോ ബൈറ്റ് പ്രിവെൻഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനിയുള്ള കാലഘട്ടം ഡെങ്കുവിൻ്റെ ഒരു സീസൺ ആവാൻ പോവുകയാണ്. സോ അതുകൊണ്ട് മാക്സിമം പേരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, ബൈ.